ഈ മൂത്രത്തിലെ കല്ലെന്ന് പറയുന്നത് നമ്മളെല്ലാവരിലും തന്നെ നമ്മുടെ ഈ രക്തം എല്ലാ സമയവും ഈ കിഡ്നിയിൽ ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുക. കിഡ്നി ഒരു അരിപ്പയാണ്. അത് ഈ രക്തത്തിന് ഫിൽട്ടർ ചെയ്ത് ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഈ ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് നമ്മളെ രക്തത്തിൽ ആവശ്യമില്ലാത്ത ഘടകങ്ങൾ കുറേയധികം ഉണ്ട്. അതിന് ഫിൽട്ടർ ചെയ്ത് മാറ്റി മൂത്രത്തിൽ കൂടെ പുറത്തേക്ക് കളയുകയാണ് ചെയ്യുന്നത്. അതാണ് കിഡ്നിയുടെ ധർമ്മം. അപ്പൊ ഇതിനകത്ത് ഈ സ്റ്റോൺ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് പല പല ഘടകങ്ങൾ, അതായത് കാൽഷ്യം, യൂറിക് ആസിഡ്, ഓക്സലേറ്റ്, ഫോസ്ഫേറ്റ്സ്, ഇങ്ങനെ നിരവധി ഘടകങ്ങൾ ചേർന്നുണ്ടാകുന്നതാണ് ഈ കിഡ്നി സ്റ്റോൺസ് എന്ന് പറയുന്നത്. അത് കാൽഷ്യം ഓക്സലേറ്റ് ആവാം, കാൽഷ്യം ഫോസ്ഫേറ്റ് ആവാം, യൂറേറ്റ് ആവാം, അല്ലെങ്കിൽ ട്രിപ്പിൾ സ്റ്റോൺ എന്ന് പറയും. കാൽഷ്യവും ഫോസ്ഫറസും ഓക്സലേറ്റ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള. അപ്പൊ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം നമ്മളെല്ലാവരുടെയും രക്തത്തിലുള്ളതാണ്. ഇത് തുടർച്ചയായിട്ട് ഫിൽട്ടർ ചെയ്ത് യൂറിനിൽ കൂടെ അലിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ട് കുറച്ചു പേർക്ക് മാത്രമേ സ്റ്റോൺ ഉണ്ടാവുന്നു എന്നുള്ള ചോദ്യം വരാം. കാരണം ഇതൊരു ജനറ്റിക് ഡിസീസാണ്. നമുക്ക് ജന്മനാ തന്നെ സ്റ്റോൺ ഉണ്ടാവാൻ സാധ്യതയുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടായി വരുന്നത്. നമ്മളിപ്പോൾ മറ്റു അസുഖങ്ങൾ കേൾക്കുന്ന പോലെ, ഇപ്പോൾ ഡയബറ്റീസ് എന്ന് കേട്ടതുപോലെ അല്ലെങ്കിൽ പ്രഷർ എന്ന് കേൾക്കുന്ന പോലെ ജന്മന തന്നെ ഉണ്ടാവുന്ന ഒരസുഖമാണ് സ്റ്റോൺ അസുഖവും. അതിനെ ആ അസുഖമുള്ളവർ, ജന്മന ഇത് ഉണ്ടാവാൻ സാധ്യതയുള്ളവർക്ക് മറ്റ് അനുകൂല ഘടകങ്ങളും കൂടെ ചേരുമ്പോഴാണ് സ്റ്റോൺ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ സ്റ്റോൺ ഉണ്ടാക്കുന്ന ഈ സാധനങ്ങൾ കാൽഷ്യം ആവട്ടെ, ഓക്സലേറ്റ്സ് ആവട്ടെ, യൂറേറ്റ്സ് ആവട്ടെ, ഫോസ്ഫേറ്റ്സ് ആവട്ടെ, ഇത് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ആഹാരത്തിൽ കൂടി ശരീരത്തിനുള്ളിൽ ചെല്ലുകയാണെങ്കിൽ ഇതിന്റെ അളവ് കൂടും. അപ്പൊ ഇത് മുഴുവനും മൂത്രത്തിൽ കൂടെ അലിഞ്ഞു പോയെന്ന് വരത്തില്ല. അപ്പൊ അതവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. ഈ ഘടകങ്ങൾ കിഡ്നിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഉണ്ടാവുന്നതാണ് സ്റ്റോൺസ് എന്ന് പറയുന്നത്. ഇതെല്ലാം കൊച്ചു കൊച്ചു ക്രിസ്റ്റൽസ് ഫോമിൽ ഇരിക്കുവാണ്. ഈ ക്രിസ്റ്റൽ എല്ലാം കൂടെ കൂടി ചേർന്നാണ് സ്റ്റോൺ ആവുന്നത്. സാധാരണ ഇത് ക്രിസ്റ്റലായിട്ട് തന്നെ യൂറിനിൽ കൂടെ അലിഞ്ഞു പോകും. അത് അലിഞ്ഞു പോവാതിരിക്കുമ്പോഴാണ് സ്റ്റോൺ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. കാൽഷ്യം സാധാരണ കാൽഷ്യം ഓക്സലേറ്റ് ആയിട്ടാണെങ്കിൽ അത് യൂറിനിൽ അലിയത്തില്ല. അപ്പൊ കാൽഷ്യം ഓക്സലേറ്റ് ആയി കഴിഞ്ഞാൽ ഇൻസോളിബിൾ ആണ്, യൂറിനിൽ അലിഞ്ഞു പോകത്തില്ല, വാട്ടർ സോളിബിൾ അല്ല. അപ്പൊ അതവിടെ കിഡ്നിയിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺസ് ആവും. നോർമലി നമ്മുടെ ഈ കാൽഷ്യത്തിന് പുറത്ത് കളയുന്നത് കാൽഷ്യം സിട്രേറ്റ് എന്ന് പറഞ്ഞ ഘടകങ്ങളാക്കിയിട്ടാണ്, അല്ലെങ്കിൽ മെഗ്നീഷ്യം, അങ്ങനെയുള്ള ഘടകങ്ങൾ ഇതിന്റെ കൂടെ ചേരും. അപ്പൊ അതിന് വാട്ടറിൽ വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന രൂപത്തിലേക്ക് ആക്കിയിട്ടാണ് ഇത് മൂത്രത്തിലൂടെ പുറത്ത് അലിഞ്ഞു പോകുന്നത്. അപ്പൊ നമുക്ക് സിട്രേറ്റ് ശരീരത്തിൽ വേണം ഈ കാൽഷ്യത്തിന് പുറത്ത് കളയണമെങ്കിൽ. അപ്പൊ നോർമലി നമ്മുടെ ശരീരത്തിൽ ഒരളവ് സിട്രേറ്റ് ഉണ്ടാവും. അപ്പൊ ഈ കാൽഷ്യം മുഴുവൻ കാൽഷ്യം സിട്രേറ്റ് ആയിട്ട് അലിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. എന്നാൽ ചിലരിൽ ഈ സിട്രേറ്റിന് അളവ് കുറവാണെങ്കിൽ കാൽഷ്യം സിട്രേറ്റ് ആവത്തില്ല, കാൽഷ്യം ഓക്സലേറ്റ് ആയി സ്റ്റോൺ ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ജന്മനാ തന്നെ ചില ഘടകങ്ങൾ നമുക്ക് കുറവായിരിക്കും രക്തത്തിൽ. അങ്ങനെയുള്ളവർക്കാണ് സ്റ്റോൺ വരാനുള്ള സാധ്യത കൂടുതൽ. അതിനോടൊപ്പം ഇപ്പൊ നമ്മൾ യൂറിക് ആസിഡിന്റെ കൂടുതലുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ബ്ലഡിൽ യൂറിക് ആസിഡ് കൂടുന്ന കണ്ടീഷൻ, അത് ജന്മനാ തന്നെ യൂറിക് ആസിഡിനെ നമ്മുടെ ശരീരത്തിൽ ഇല്ലാതാക്കി കളയുന്നതിനുള്ള സംഭവങ്ങളുണ്ട്. അപ്പൊ അതിലുണ്ടാകുന്ന വ്യത്യാസം, അതുകൂടാതെ കൂടുതലായിട്ട് യൂറിക് ആസിഡ് രക്തത്തിൽ എത്തുന്നു. അത് നമ്മുടെ പ്രധാനമായിട്ട് ആഹാരത്തിൽ കൂടെ. നമ്മൾ യൂറിക് ആസിഡ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് പ്രോട്ടീൻ അടങ്ങിയ ആഹാരത്തിലാണ്. അപ്പൊ ഈ പ്രോട്ടീനിൽ നമ്മൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ രക്തത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടും. ഈ യൂറിക് ആസിഡിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരളവിൽ കൂടിക്കഴിഞ്ഞാൽ അത് യൂറിനിലോട്ട് അലിയത്തില്ല. അപ്പൊ അത് ഡെപ്പോസിറ്റഡ് ആവും, യൂറിക് ആസിഡ് സ്റ്റോൺസ് ഉണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ ഘടകങ്ങൾ ഒന്നിൽ കൂടുതലായിട്ട് രക്തത്തിൽ എത്തുകയോ അല്ലെങ്കിൽ രക്തത്തിൽ നിന്ന് തന്നെ ഇത് അലിയിച്ച് കളയുന്നത് യൂറിനിൽ ഇതിന്റെ അളവ് കൂടുകയോ ചെയ്താൽ ഈ സ്റ്റോൺസ് ഉണ്ടാകുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റോൺ അസുഖത്തിൽ ആഹാരത്തിന് പ്രധാനമായിട്ടുള്ള ഒരു പങ്കുണ്ടെന്ന് പറയുന്നത്. പണ്ട് കാലങ്ങളിൽ നമ്മൾ ആഹാരത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഈ പുളി കൂടുതലായിട്ട് കഴിച്ചിരുന്ന സമയത്ത് പുളിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ടാറ്റാറേറ്റ് എന്ന് പറയുന്നത്, ടാറ്റാറിക് ആസിഡ് അടങ്ങിയതാണ് ഈ പുളി. ഈ ടാറ്റാറേറ്റ് ഈ കാൽഷ്യത്തിനൊക്കെ അലിയിച്ച് കളയുന്നതിന് സഹായിക്കുന്ന ഒരു ഘടകമാണ്. പണ്ട് നമ്മൾ ആഹാരത്തിൽ ഇത് കൂടുതൽ കഴിച്ചിരുന്നത്, അല്ലെങ്കിൽ പല കറികളിൽ അല്ലെങ്കിൽ പലതിലും നമ്മളിത് കൂടുതൽ ഉപയോഗിച്ചിരുന്ന കാരണം ഈ പറഞ്ഞ പോലെ സ്റ്റോൺ ഉണ്ടാകുന്നുള്ള സാധ്യത കുറവായിരുന്നു. ഇന്ന് നമ്മളത് അധികം കഴിക്കുന്നില്ല. അതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, നാരങ്ങ, ഓറഞ്ച്, മൊസംബി, ഇങ്ങനെയുള്ള ഫലങ്ങൾ, ഇതിനെല്ലാം തന്നെ ഇതിന്റെ എല്ലാം ജ്യൂസിൽ സിട്രിക് ആസിഡ് കൂടുതലാണ്. അപ്പം ഈ സിട്രേറ്റ് ഇത് കഴിക്കുമ്പം കൂടുതലായിട്ട് നമ്മുടെ രക്തത്തിൽ സിട്രേറ്റ് കൂടുകയും കാൽഷ്യം ഒക്കെ തന്നെ സിട്രേറ്റ് ആയിട്ട് അലിഞ്ഞു പോവുകയും ചെയ്യും. അപ്പൊ ഇതിന്റെയൊക്കെ അഭാവം, നമ്മുടെ ആഹാരത്തിലുണ്ടായ വ്യത്യാസം, അതാണ് ഏറ്റവും വലിയ കാര്യം, നമ്മൾ സ്റ്റോൺ ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം. നമ്മൾ പഴയ രീതിയിലുള്ള നമ്മൾ ആഹാര ശൈലിയൊക്കെ മാറ്റി പുതിയ തരത്തിലുള്ള നമ്മൾ ജങ്ക് ഫുഡ്സ് കഴിച്ചു തുടങ്ങിയതോടുകൂടി സ്റ്റോണും കൂടി വരികയാണ്. കാരണം അതിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ നമുക്ക് കൂടുതലായിട്ട് കൂടും. പ്രോട്ടീൻ റിച്ച് ആണ് ഈ ഫുഡെല്ലാം തന്നെ. അപ്പൊ പ്രോട്ടീൻ അളവ് കൂടുന്നു. അതുപോലെ തന്നെ
സ്റ്റോൺ ഉണ്ടാകുന്നതിൽ ഒരു പ്രധാന ഘടകമാണ് സോൾട്ട്. സോഡിയത്തിന്റെ അളവ് കൂടുന്തോറും സ്റ്റോണും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം സോഡിയം കുറയ്ക്കുവാണെങ്കിൽ സ്റ്റോൺ ഉണ്ടാകുന്നതും കുറയും. അപ്പം നമ്മളിങ്ങനെ സ്റ്റോണുമായിട്ട് അസുഖം വന്ന് ഇപ്പോൾ പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് അവന്റെ വേദന, ഇപ്പൊ വേദനയായിട്ട് വന്നാണെങ്കിൽ വേദന മാറ്റുക. അത് നമ്മൾ ഈ സ്റ്റോൺ കണ്ടുപിടിക്കുക. ഇത് വേദന ഉണ്ടാകുന്ന സ്റ്റോൺ ആണോ, അതെങ്ങനെ കണ്ടുപിടിക്കാം? അതിന് നമ്മൾ പ്രധാനമായിട്ടും ബേസിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് ഒരു അൾട്രാസൗണ്ട് സ്കാൻ. വയറിന്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ വഴി നമുക്ക് കിഡ്നി, ഈ ട്യൂബ്, യൂറിറ്റർ, ബ്ലാഡർ, പ്രോസ്റ്റേറ്റ് ഇതെല്ലാം കാണാൻ പറ്റും. അപ്പം ഈ ഒരു സാധാരണ ബേസിക് ആയിട്ടുള്ള ഒരു അൾട്രാസൗണ്ട് സ്കാൻ ടെസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് കിഡ്നിയിലെ സ്റ്റോൺസ് അല്ലെങ്കിൽ യൂറിറ്റിലെ സ്റ്റോൺ അല്ലെങ്കിൽ ബ്ലാഡറിലെ സ്റ്റോൺ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അൾട്രാസൗണ്ട് സ്കാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുന്നത് യൂറിനിലെ ടെസ്റ്റ്. യൂറിൻ വഴി യൂറിൻ റുട്ടീൻ എന്ന് പറയും. യൂറിൻ റുട്ടീൻ എക്സാമിനേഷൻ വഴി നമുക്ക് ഈ സ്റ്റോൺ നീങ്ങിയത് കാരണം ഉണ്ടാവുന്ന RBCs, രക്തത്തിന്റെ അളവ് യൂറിനിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ്, നമ്മുടെ സ്റ്റോണിന്റെ ക്രിസ്റ്റൽസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ യൂറിനിൽ കാണാൻ പറ്റും. ഈ എല്ലാ ക്രിസ്റ്റൽസും നമുക്ക് യൂറിനിലുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ യൂറിൻ എക്സാമിനേഷൻ. ചിലതരം സ്റ്റോണുകൾ നമ്മളിപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ട്യൂബിലുള്ള സ്റ്റോണൊന്നും ചിലപ്പോൾ നമ്മൾ കണ്ടില്ല എന്ന് വരും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ടെസ്റ്റായിട്ട് ചെയ്യുന്ന വയറിന്റെ CT സ്കാൻ. CT സ്കാൻ വഴി നമുക്ക് ഈ ഇരിക്കുന്ന ഏത് ഭാഗത്തിരിക്കുന്ന സ്റ്റോണും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ സ്റ്റോൺ നമ്മൾ എവിടെ ഇരിക്കുന്നു എന്നുള്ളത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചികിത്സ നമ്മൾ തീരുമാനിക്കുന്നത് സ്റ്റോണിന്റെ പൊസിഷനും സ്റ്റോണിന്റെ സൈസും അനുസരിച്ചിട്ടാണ്. ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ കിഡ്നിയിൽ നിന്നൊരു കുഞ്ഞു സ്റ്റോൺ മൂവ് ചെയ്ത് യൂറിറ്ററിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അവർ നമ്മളൊരു 6 മില്ലിമീറ്റർ 7 മില്ലിമീറ്റർ അകത്തേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് മരുന്ന് ചികിത്സ ട്രൈ ചെയ്യാവുന്നതാണ്. സാധാരണ രീതിയിൽ കുഞ്ഞു കല്ലുകൾ, ഒരു 6 മില്ലിമീറ്റർ വരെയുള്ള കല്ലുകളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ട്യൂബിൽ കൂടെ യൂറിറ്ററിൽ കൂടെ ഇറങ്ങി യൂറിനിൽ കൂടെ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിൽ വലുതാണെങ്കിൽ ചിലപ്പോൾ അത് യൂറിറ്ററിൽ കൂടെ ഇറങ്ങി പുറത്ത് വന്നില്ല എന്ന് വരും. അവിടെ എവിടെയെങ്കിലും ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ ആ സൈസ്, സ്റ്റോണിന്റെ സൈസ് വെച്ചിട്ടാണ് നമ്മളത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഒരിക്കൽ ഇപ്പൊ കിഡ്നിക്കകത്തിരിക്കുന്ന സ്റ്റോൺസ് ആണെങ്കിൽ വളരെ കുഞ്ഞു സ്റ്റോൺസിനൊന്നും നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചികിത്സകൾ ആവശ്യമില്ല, മരുന്ന് ചികിത്സകൾ മതി. അത് നമ്മൾ എന്ത് തരം മരുന്ന് ചികിത്സ വേണം എന്നുള്ളതിന് ആദ്യം നിശ്ചയിക്കുന്നത് എന്ത് തരം സ്റ്റോൺ ആണെന്ന് കണ്ടുപിടിക്കുന്നതിലാണ്. അതിന് നമ്മൾ മെറ്റബോളിക് വർക്കപ്പ് എന്ന് പറയും. അതായത് മൂത്രത്തിലും അതുപോലെ രക്തത്തിലും ഇതിനോടനുബന്ധിച്ചിട്ടുള്ള പരിശോധനകൾ. ഈ കാൽഷ്യമോ യൂറിക് ആസിഡോ ഓക്സലേറ്റ്സോ ഫോസ്ഫേറ്റ്സോ ഒക്കെ കൂടുതലുണ്ടോ, പിന്നെ നമുക്ക് ഉപയോഗപ്രദമായ ഘടകങ്ങളായ സിട്രേറ്റ്സിന്റെ കുറവുണ്ടോ, മെഗ്നീഷ്യം, അതൊക്കെ നമുക്ക് പ്രയോജനമുള്ളതാണ്, അതിന്റെ കുറവുണ്ടോ. അപ്പൊ ഈ മൂത്രത്തിലും അതുപോലെ രക്തത്തിലും ഈ പറഞ്ഞ ടെസ്റ്റുകൾ ചെയ്തിട്ട് ഇതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ മരുന്ന് ചികിത്സ തീരുമാനിക്കുന്നത്. അപ്പൊ യൂറിക് ആസിഡ് സ്റ്റോൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂറിക് ആസിഡ് രക്തത്തിൽ കുറയുന്നതിനുള്ള മരുന്നുകളുണ്ട്. അതുപോലെ യൂറിക് ആസിഡ് രക്തത്തിൽ കുറയ്ക്കുന്നതിനുള്ള ആഹാര രീതി. പൊതുവായി പറഞ്ഞാൽ നമ്മൾ ഏത് തരം സ്റ്റോൺ ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന്, നല്ല അളവിൽ നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു 2 ലിറ്റർ യൂറിൻ ഡെയിലി പോകുന്ന തരത്തിൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാത്തരം സ്റ്റോൺ ഉണ്ടാക്കുന്ന ക്രിസ്റ്റൽസും ഈ യൂറിനിൽ കൂടെ അലിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. സ്റ്റോൺ വരാനുള്ള സാധ്യത വളരെ നല്ല രീതിയിൽ, ഒരു 60-70% സ്റ്റോൺ ഉണ്ടാകുന്ന സാധ്യത നമുക്ക് ഇതുകൊണ്ട് തന്നെ കുറയ്ക്കാൻ പറ്റും. അപ്പം നല്ല രീതിയിൽ വെള്ളം കുടിക്കാം. അതിലിപ്പം തീർച്ചയായും നിങ്ങൾ ചോദിക്കും, വെള്ളം എന്ത് തരം വെള്ളം കുടിക്കാം അല്ലെങ്കിൽ എന്ത് വെള്ളം കുടിച്ചുകൂടാ? സാധാരണ രീതിയിൽ നമുക്ക് എല്ലാത്തരം വെള്ളവും കുടിക്കാം. പാടില്ലാതെ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും അധികം കഴിക്കരുതെന്ന് പറയും. കാരണം ഈ കാർബോണിക് ആസിഡ്, നമ്മൾ അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഇത് ചെയ്ത് കഴിഞ്ഞ് കാർബോണിക് ആസിഡ് കൂടി കാർബണേറ്റ്സ് കൂടുകയാണെങ്കിൽ, പ്രത്യേകിച്ച് അത് അസിഡിക്കാണ്, അത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ സ്റ്റോൺ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം നാരങ്ങ വെള്ളം, ഓറഞ്ച് ജ്യൂസ്, മുസംബി ജ്യൂസ്, അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കും. ഒരു ഡെയിലി 1-1.5 ലിറ്റർ നാരങ്ങ വെള്ളം കുടിക്കുകയാണെങ്കിൽ സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറയും. കാരണം അതിനകത്ത് സിട്രേറ്റ് ഉള്ളത് കാരണം സ്റ്റോൺ തരികളെ, ക്രിസ്റ്റൽസിനെയൊക്കെ അതങ്ങ് അലിയിച്ച് കളയും. അപ്പോൾ ഒരു 2 ലിറ്റർ മൂത്രം പോകുന്ന തരത്തിൽ വെള്ളം കുടിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഉപ്പിൻ്റെ അളവ് നല്ലപോലെ കുറയ്ക്കുക. ഉപ്പ് കൂടുന്തോറും നമുക്ക് ഈ സ്റ്റോൺ ഉണ്ടാകുന്ന സാധ്യതയും കൂടും. അപ്പോൾ ഉപ്പ് കൂടിയ ആഹാരങ്ങൾ, പ്രത്യേകിച്ച് ഉപ്പിലിടുക, പപ്പടം പോലുള്ളത്, ഉണക്കമീൻ, പിന്നെ ജങ്ക് ഫുഡ്സ്, അതിനകത്തെല്ലാം ഉപ്പിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അതെല്ലാം കുറയ്ക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു പരിധിവരെ നല്ല രീതിയിൽ നമുക്ക് സ്റ്റോൺ ഉണ്ടാകുന്നത് കുറയ്ക്കാൻ പറ്റും. പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ആഹാരം, നമ്മളിപ്പോൾ സാധാരണ കാൽഷ്യം വലുതായിട്ട് കുറയ്ക്കാൻ പറയാറില്ല. കാരണം കാൽഷ്യത്തിന്റെ അളവ് നമുക്കൊരു ശരീരത്തിൽ അത്യാവശ്യം ആവശ്യമാണ്. അതുപോലെ കാൽഷ്യം വളരെ കുറച്ചു കഴിഞ്ഞാൽ മറ്റു തരത്തിലുള്ള സ്റ്റോൺ ഉണ്ടാകുന്നത് കൂടും. അതുകൊണ്ട് നമ്മളിപ്പോൾ കാൽഷ്യം റെസ്ട്രിക്ഷൻ സാധാരണ രീതിയിൽ പറയാറില്ല. ആഹാരത്തിലുള്ള കാൽഷ്യം തന്നെ എല്ലാം കഴിക്കുക. അതായത് പാല് കുറയ്ക്കുന്ന കാര്യമില്ല, പിന്നെ
പഴവർഗ്ഗങ്ങൾ അങ്ങനെയുള്ളതിനുള്ള കാൽഷ്യം ഒന്നും കുറയ്ക്കേണ്ട കാര്യമില്ല. പച്ചക്കറികൾ അതൊന്നും റെസ്ട്രിക്ഷൻ ഇല്ല. പച്ചക്കറി പഴവർഗ്ഗം എല്ലാം നിങ്ങൾക്ക് കഴിക്കാം, അതിലൊന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ല. പാലുൽപ്പന്നങ്ങൾ കഴിക്കാം, അതിലും വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. കാൽഷ്യം വലുതായിട്ട് നമ്മൾ ഇതിനകത്ത് റെസ്ട്രിക്ട് ചെയ്യാറില്ല ഈ സ്റ്റോൺ ചികിത്സയിൽ. ഈ ആഹാര രീതി കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു അളവ് വരെ സ്റ്റോൺ ഉണ്ടാകുന്നത് കുറയ്ക്കാൻ പറ്റും. അതുപോലെ മരുന്ന് ചികിത്സ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഈ സിട്രേറ്റ്, ശരീരത്തിൽ സിട്രേറ്റിന്റെ അളവ് കുറവുണ്ടെങ്കിൽ ഈ സിട്രേറ്റ് ശരീരത്തിൽ എത്തിക്കാം, അതിന്റെ നോർമൽ ലെവലിലോട്ട് എത്തിക്കാം. അപ്പൊ അതിന് തന്നെ ഇപ്പം നമുക്ക് സിട്രേറ്റ് അടങ്ങിയ പല മരുന്നുകളുണ്ട്. പിന്നെ യൂറിന്റെ ഈ അസിഡിറ്റി എന്ന് പറയും, അതായത് യൂറിൻ അസിഡിക് ആയിരിക്കും തോറും സ്റ്റോൺ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്സിഡേറ്റ് സ്റ്റോൺസ്, യൂറിക് ആസിഡ് സ്റ്റോൺ ഉണ്ടാകുക. അപ്പൊ അതിനെ ആൽക്കലൈസ് ചെയ്യാന്ന് പറയാം, അതിന്റെ അസിഡിറ്റി കുറയ്ക്കുക. അതിന് നമ്മളിപ്പോൾ പല മരുന്നുകളുണ്ട്, നമ്മളിതിന്റെ ആസിഡിറ്റി കുറച്ച് യൂറിനെ ആൽക്കലൈൻ ആക്കാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ മരുന്ന് ചികിത്സയിൽ ചെയ്യുന്നത്. അപ്പൊ ഈ കുഞ്ഞു സ്റ്റോണുകളാണെങ്കിൽ കിഡ്നിയിലിരിക്കുന്ന സ്റ്റോൺസിന് നമുക്ക് മരുന്ന് ചികിത്സ മതി. അതേസമയം കിഡ്നിയിലിരിക്കുന്ന വലിയ സ്റ്റോൺസ്, ഇപ്പൊ ഒരു വലിയ സ്റ്റോൺ നിറഞ്ഞ് കിഡ്നി മുഴുവൻ ഇരിക്കുകയാണെന്ന് വയ്ക്കുക, നമ്മൾ സ്റ്റാഗ് ഹോൺ കാൽക്കുലസ് എന്ന് പറയും. അതായത് കലമാന്റെ കൊമ്പ് പോലെ കിഡ്നിക്കകത്ത് മുഴുവനും നിറഞ്ഞിരിക്കുന്ന സ്റ്റോണുകളാണെങ്കിൽ അതിന് നമ്മൾ അതിനെ എടുത്തു കളഞ്ഞേ പറ്റൂ. കിഡ്നിക്കകത്തുള്ള സ്റ്റോണുകളെ പ്രധാനമായും നമ്മൾ രണ്ട് രീതിയിലാണ് ചികിത്സിക്കുന്നത്. ഒന്നില് കീ ഹോൾ സർജറി, ഒരു കിഡ്നിക്ക് പുറകിൽ നമ്മൾ പുറകു ഭാഗത്തു നിന്ന് ഹോളിട്ട് കിഡ്നിക്ക് അകത്ത് കയറിയിട്ട് ഈ സ്റ്റോണുകളെ പൊട്ടിച്ച് കളയാം. വലിയ സ്റ്റോൺസ് എല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ കീ ഹോൾ സർജറി വഴിയാണ്. അതേസമയം ചെറിയ സ്റ്റോൺസ് എന്ന് വെച്ചാൽ ഒരു 1.5 സെന്റിമീറ്ററിന് താഴെയുള്ള വലിപ്പമുള്ള സ്റ്റോണുകളാണെങ്കിൽ ഈ സർജറി ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പുറത്തുനിന്ന് പൊടിച്ച് കളയാൻ പറ്റും. അതിനാണ് നമ്മൾ ESWL എന്ന് പറയും, അതായത് എക്സ്ട്രാ കോർപ്പോറിയൽ ഷോക്ക് വേവ് ലിത്തോട്രിപ്സി. പുറത്തുനിന്ന് നമ്മൾ ഷോക്സ് കൊടുത്തിട്ട് ഈ സ്റ്റോണിനെ പൊടിക്കുന്ന രീതി ESWL. അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് അനസ്തീസിയ ഒന്നും സാധാരണ രീതിയിൽ വേണ്ട, മറ്റൊന്നും വേണ്ട. രോഗിക്ക് അത് ചെയ്ത് ആ ചെയ്യുന്ന ദിവസം തന്നെ തിരിച്ച് പോകാവുന്നതേ ഉള്ളൂ. ESWL എന്ന് പറയുന്നത് അതിന് പക്ഷേ ഒരു റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു 1.5 സെന്റിമീറ്റർ വരെ വലിപ്പമുള്ള സ്റ്റോണുകളെ നമുക്ക് ഇതുവഴി പൊടിച്ച് കളയാൻ പറ്റുകയുള്ളൂ. ഈ കിഡ്നിയിലെ സ്റ്റോൺ പോലെ തന്നെ കിഡ്നിയിൽ സ്റ്റോൺ ട്യൂബിലോട്ട് ഇറങ്ങിയാൽ, നമ്മൾ യൂറിറ്ററിലേക്ക് ഇറങ്ങിയാലുള്ള പ്രശ്നം, അതാണ് ഏറ്റവും കൂടുതൽ പ്രയാസമായിട്ട് പേഷ്യന്റ് നോക്കും. ഒരുപക്ഷെ കിഡ്നി ഇരിക്കുന്ന സ്റ്റോൺ അവർക്കതൊരു പ്രയാസമേ ആയിരിക്കില്ല. ഒരു വലിയ സ്റ്റോൺ കിഡ്നി നിറഞ്ഞിരുന്നാൽ പേഷ്യന്റിന് പ്രയാസം വരുന്ന എപ്പോഴാണ്? അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സാധാരണ വേദനയാണ് ഏതൊരു പേഷ്യന്റിനെ ഡോക്ടറെ അടുത്ത് എത്തിക്കുന്നത്. അപ്പോൾ ഒരു വേദന ഇല്ലെന്നുണ്ടെങ്കിൽ മിക്കവാറും അവരത് മൈൻഡ് ചെയ്യില്ല. അതുകൊണ്ടാണ് പലപ്പോഴും കിഡ്നിക്കകത്ത് വലിയ സ്റ്റോൺസ് ഇരുന്നാൽ പോലും അവരറിയുന്നില്ല. നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് സ്കാൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു എക്സ്റേ എടുക്കുമ്പോഴോ, നട്ടലിന് വേദന എന്നൊന്ന് എക്സ്റേ എടുക്കുമ്പോഴായിരിക്കും സ്റ്റോൺ ഇരിക്കുന്നത് കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റോൺസ് പലപ്പോഴും ആക്സിഡന്റലായിട്ടായിരിക്കും ഡിറ്റക്ട് ചെയ്യുന്നത്. അതേസമയം ഒരു കുഞ്ഞു സ്റ്റോണ് കിഡ്നിയിൽ നിന്ന് മൂവ് ചെയ്ത ട്യൂബിൽ ഇറങ്ങിയാൽ കഠിനമായ വേദന എടുക്കും. അങ്ങനെയുള്ള സമയത്ത് പേഷ്യന്റ് അപ്പം തന്നെ ഡോക്ടറെ അടുത്ത് എത്തിയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സ്റ്റോൺസ് അത് ട്യൂബിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എൻഡോസ്കോപ്പി പ്രൊസീജിയറാണ് ചെയ്യുന്നത്. ഈ യൂറിറ്റിലിരിക്കുന്ന സ്റ്റോണിന് നമ്മൾ URS എന്ന് പറയുന്നത് യൂറിട്രോ റീനോസ്കോപ്പി, അതായത് യൂറിറ്റർ വഴി കിഡ്നിക്കകത്ത് പോകുന്ന പ്രൊസീജിയർ. URS വഴി നമുക്കിപ്പോൾ വളരെ കുഞ്ഞു URSകളുണ്ട്, അതായത് എൻഡോസ്കോപ്സ് ഉണ്ട്. അത് നമുക്ക് ഈ ട്യൂബിനകത്തേക്ക്, ഈ ട്യൂബ് യൂറിറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു 4 മില്ലിമീറ്റർ സൈസുള്ള ഒരു ട്യൂബാണ്. അതിനകത്തേക്ക് പോയി നമുക്ക് ഈ സ്റ്റോണിനെ കണ്ട് ആ സ്റ്റോൺ നമ്മൾ ലേസർ കൊടുത്ത് പൊടിച്ച് കളയുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് ഏറ്റവും ആധുനികമായിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് യൂറിട്രിക് സ്റ്റോൺസിന്. പിന്നെ ബ്ലാഡറിൽ അതുപോലെ സ്റ്റോൺസ് വന്നു കഴിഞ്ഞാൽ എൻഡോസ്കോപ്പി, അതായത് നമ്മൾ സിസ്റ്റോസ്കോപ്പി ചെയ്തിട്ട് മൂത്രനാളിയിൽ കൂടെ ബ്ലാഡറിനകത്ത് ചെന്നിട്ട്, യൂറിനറി ബ്ലാഡറിൽ ചെന്നിട്ട് മൂത്രസഞ്ചിയിരിക്കുന്ന സ്റ്റോൺസിനെ നമുക്ക് ലേസർ ഉപയോഗിച്ച് തന്നെ മുഴുവനായി പൊടിച്ച് പുറത്ത് കളയാൻ പറ്റും. ഈ പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ പണ്ടത്തെ പോലെ അല്ല നമ്മുടെ ഈ സ്റ്റോണിന്റെ ചികിത്സ. പണ്ട് കാലങ്ങളിൽ നമ്മൾ സ്റ്റോണിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചികിത്സ മരുന്നല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പറേഷനുകളായിരുന്നു. വലിയ ഓപ്പറേഷൻ ചെയ്ത് നമ്മൾ കിഡ്നിയിൽ വരെ മുറിച്ച്, അല്ലെങ്കിൽ വയറ് തുറന്ന്, ട്യൂബിലെ തുറന്ന്, അല്ലെങ്കിൽ മൂത്രസഞ്ചി തുറന്ന് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വന്നിട്ടുണ്ട് ഇതിന്, സ്റ്റോണിനുള്ള എല്ലാ ലേറ്റസ്റ്റ് ട്രീറ്റ്മെന്റും. ഒരു ശരീരത്തിൽ നമുക്കൊരു ഒരു കട്ട് പോലും ഇല്ലാതെ, അതായത് സ്കിൻ കട്ട് ചെയ്യാതെ നമുക്ക് എത്ര വലിയ സ്റ്റോൺസും അതുപോലെ തന്നെ ട്യൂബിലിരിക്കുന്ന സ്റ്റോൺ ആയാലും എല്ലാം മുഴുവനോടെ നമുക്ക് മാറ്റാൻ പറ്റും. അത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചികിത്സകളാണ് നമ്മളിപ്പോൾ സ്റ്റോൺ ചികിത്സകൾക്കായിട്ടുള്ളത്. അത് എൻഡോസ്കോപ്പി ട്രീറ്റ്മെന്റ് ചികിത്സകളാവട്ടെ, അല്ലെങ്കിൽ ESWL ആവട്ടെ, അല്ലെങ്കിൽ കീ ഹോൾ കിഡ്നി സർജറി ആവട്ടെ, ഇതെല്ലാം കൊണ്ട് നമുക്ക് ഈ മൂത്രാശയത്തിലെ എല്ലാത്തരം കല്ലുകളും നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കും.